ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോവുക 2026 ലോഗോസ് ക്വിസിൻ്റെ പഠനഭാഗമായ സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 31 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഈ ഒരു വീഡിയോയുടെ കൂടെ സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിക്കുന്നു. ഈ വരുന്ന ശനിയാഴ്ച ഒരു മോക്ക് ടെസ്റ്റ് കൂടി ഉണ്ടാകും. അടുത്ത ആഴ്ച മുതൽ നമ്മൾ പുതിയ പഠനഭാഗമായ യോഹന്നാന്റെ സുവിശേഷമായിരിക്കും പഠിക്കാനായിട്ട് പോകുക. ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായിട്ട് 100 മാതൃകാ പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നടത്തുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുവാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനോടകം കഴിഞ്ഞു പോയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകളും ഷെയർ ചെയ്യുന്നതായിരിക്കും. 1. സഭാപ്രസംഗകൻ 6-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 12. 2. സൂര്യന് കീഴെ ആർക്ക് ദുർവഹമായ ഒരു തിന്മയാണ് സഭാപ്രസംഗകൻ കണ്ടത്? ഉത്തരം മനുഷ്യർക്ക്. 3. എന്തിനു കീഴെയാണ് മനുഷ്യർക്ക് ദുർവഹമായ ഒരു തിന്മ സഭാപ്രസംഗകൻ കണ്ടത്? ഉത്തരം സൂര്യന് കീഴെ. 4. സൂര്യന് കീഴെ മനുഷ്യർക്ക് എന്തായുള്ള ഒരു തിന്മയാണ് സഭാപ്രസംഗകൻ കണ്ടത്? ഉത്തരം ദുർവഹമായ. 5. ഒരുവന് എന്തിന് കുറവ് വരാത്ത വിധമാണ് ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നത്? ഉത്തരം ആഗ്രഹിക്കുന്നതിൽ. 6. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ആരാണ് അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നത്? ഉത്തരം ദൈവം. 7. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് എന്തൊക്കെയാണ് നൽകുന്നത്? ഉത്തരം സമ്പത്തും ഐശ്വര്യവും കീർത്തിയും. പൂരിപ്പിക്കുക. എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കാനുള്ള ഡാഷ് നൽകുന്നില്ല. ഉത്തരം കഴിവ്. 9. ദൈവം ഒരുവന് നൽകുന്ന സമ്പത്തും ഐശ്വര്യവും കീർത്തിയും അനുഭവിക്കുന്നത് ആരാണ്? ഉത്തരം അന്യൻ. 10. ദൈവം ഒരുവന് നൽകിയ സമ്പത്തും ഐശ്വര്യവും കീർത്തിയും അന്യൻ അനുഭവിക്കുന്നത് എന്തായിട്ടാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മിഥ്യയും തീവ്ര വേദനയും. 11. എത്ര മക്കളോട് കൂടെയാണ് ഒരുവൻ ദീർഘായുഷ്മാൻ ആയിരിക്കുക? ഉത്തരം 100 മക്കളോട് കൂടെ. 12. ഒരുവൻ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിത സുഖങ്ങൾ ആസ്വദിക്കാനോ സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ചാപിള്ളയായി പിറക്കുന്നത്. 13. മിഥ്യയിൽ ജനിച്ച് എന്തിലേക്കാണ് അത് പോകുക? ഉത്തരം അന്ധകാരത്തിലേക്ക്. 14. എന്തിൽ ജനിച്ചതാണ് അന്ധകാരത്തിലേക്ക് പോകുക? ഉത്തരം മിഥ്യയിൽ. 15. മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്ന അതിൻ്റെ എന്താണ് അവിടെ തിരോഭവിക്കുന്നത്? ഉത്തരം നാമം. 16. മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്ന അതിൻ്റെ നാമത്തിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം തിരോഭവിക്കുന്നു. 17. തിരോഭവിച്ചു പോകുന്ന അത് എന്ത് കാണുകയോ
എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം വെളിച്ചം. 18 എങ്കിലും അത് മുമ്പ് പറയപ്പെട്ടവനെ പോലെയല്ല, അതിന് എന്തുണ്ട് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സ്വസ്ഥത. 19 അവൻ എത്ര വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം 2000. 20 അവൻ 2000 വർഷം ജീവിച്ചാലും എന്ത് അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ഒരു ഭാഗ്യവും. 21 എന്തിനു വേണ്ടിയാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവനും? ഉത്തരം ഉദരപൂരണത്തിന്. 22 ഉദരപൂരണത്തിനായി മനുഷ്യൻ അധ്വാനിക്കുന്നുവെങ്കിലും അവന് എന്ത് അടങ്ങുന്നില്ല? ഉത്തരം വിശപ്പ്. 23 ആർക്ക് മൂഢനേക്കാൾ എന്ത് മേന്മയാണുള്ളത് എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം ജ്ഞാനിക്ക്. 24 മറ്റുള്ളവർക്ക് മുമ്പിൽ എങ്ങനെ നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്ത് നേട്ടമെന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം ചമഞ്ഞു നടക്കാൻ. 25 എന്തുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത്? ഉത്തരം കൺമുമ്പിൽ ഉള്ളതുകൊണ്ട്. 26 കൺമുമ്പിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത് എവിടെ അലയുന്നതിനേക്കാളാണ് നല്ലത്? ഉത്തരം സങ്കല്പങ്ങളിൽ. 27 എന്തിനാണ് പേരിട്ടു കഴിഞ്ഞത്? ഉത്തരം ഉള്ളതിനല്ല. 28 മനുഷ്യൻ ആരാണെന്നും തന്നെക്കാൾ ശക്തനോട് എന്ത് ചെയ്യാൻ അവന് കഴിവില്ലെന്നുമാണ് വ്യക്തമായി കഴിഞ്ഞത്? ഉത്തരം മല്ലിടാൻ. 29 വാക്കുകളുടെ പെരുപ്പം എന്തിന്റെ പെരുപ്പമാണ്? ഉത്തരം മിഥ്യയുടെ. 30 എന്തുപോലെ കടന്നു പോകുന്നതാണ് വ്യർത്ഥമായ ഹ്രസ്വജീവിതം? ഉത്തരം നിഴൽ പോലെ. 31 എന്തിനു കീഴെ അവന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്ക് കഴിയുമെന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം സൂര്യന് കീഴെ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ ലോഗോസിനെ പഠിച്ചു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. അടുത്ത ആഴ്ച മുതൽ യോഹന്നാന്റെ സുവിശേഷത്തിലെ വീഡിയോസുമായി നമുക്ക് കണ്ടുമുട്ടാം.